ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ 11ാം ഭാവം കൊണ്ട് ലഭിക്കുന്ന സൂചനകളുടെ വിശദാംശങ്ങൾ പറയാം. ലഗ്നം തുടങ്ങി 11ാമത്തെ ഭാവത്തിൻ്റെ ശുഭാശുഭങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പ്രധാനമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ലാഭാനുഭവങ്ങളെ വിലയിരുത്തുന്നത്. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഭാവമാണ് ലാഭഭാവമായ 11ാം ഭാവം. ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് ബലവാന്മാരായ ഗ്രഹങ്ങൾ ആരായാലും, അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും 11ാം ഭാവത്തിൽ സ്ഥിതി ഉണ്ടായാൽ ആ ഗ്രഹം ജാതകന് ഒരു മടിയും ഇല്ലാതെ ധാരാളം ധനത്തെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ പറയാം. ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം ലഗ്നാധിപൻ 11ാം ഭാവത്തിലും 11ാം ഭാവാധിപൻ ലഗ്നത്തിലും ആയി നിന്നാൽ ജാതകൻ സർവവിധ ധനവിഭവങ്ങളും ഉള്ളവനും രാജതുല്യനായി ജീവിക്കുന്നവനും നല്ല ഭാഗ്യമുള്ളവനും ദീർഘായുസ്സുള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്തത്, ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹം ജാതകന് ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്ന ഗ്രഹം ആയിരിക്കും. ഗുളികൻ 11ാം ഭാവത്തിൽ നിന്നാൽ ആ ഗുളികൻ ജാതകന് യോഗകാരകനും ആയിരിക്കുന്നതാണ്. എല്ലാ ഭാവങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് 11ാം ഭാവം. 11ാം ഭാവം സൂര്യക്ഷേത്രമായാൽ, അതായത് ചിങ്ങം രാശിയായാൽ ജാതകന് രാജാവിൽ നിന്നും ധനലാഭം ഉണ്ടാകും. അതായത് സർക്കാർ സേവനം വഴി ധനലാഭം ഉണ്ടാകുന്നതാണ് എന്നത്. അടുത്തത്, 11ാം ഭാവം ചന്ദ്രന്റെ ക്ഷേത്രമായ കർക്കിടകം രാശിയായാൽ ജാതകൻ രാജതുല്യമായ സ്ഥാനത്ത് നിന്നും ധനലാഭം ഉണ്ടാകുന്നവനായിരിക്കും. അതായത് സർക്കാരിന് തുല്യമായ സ്ഥാനത്ത് നിന്ന് എന്ന് അനുമാനിക്കാം. അടുത്തത്, 11ാം ഭാവം ചൊവ്വയുടെ ക്ഷേത്രമായ മേടമോ വൃശ്ചികമോ ആയിരുന്നാൽ മന്ത്രിസ്ഥാനം പോലെയുള്ള സ്ഥാനത്ത് നിന്നോ കാര്യാലോചനാ സംഘടനകൾ വഴിയോ കൃഷിയിൽ നിന്നോ ജാതകന് ധനലാഭം ഉണ്ടാകുന്നതാണ്. അടുത്തത്, 11ാം ഭാവാധിപൻ ബുധനായിരുന്നാൽ, അതായത് 11ാം ഭാവം മിഥുനമോ കന്നിയോ ആയിരുന്നാൽ ജാതകന് വിദ്യയിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നല്ല ധനലാഭം ഉണ്ടാകും. അടുത്തത്, 11ാം ഭാവാധിപൻ വ്യാഴമായിരുന്നാൽ, അതായത് 11ാം ഭാവം ധനുരാശിയോ മീനം രാശിയോ ആയിരുന്നാൽ ജാതകൻ തൻ്റെ സ്വന്തം സൽപ്രവൃത്തികളിൽ നിന്നും സജ്ജനങ്ങളിൽ നിന്നും ജാതകന് ധനലാഭം ഉണ്ടാകുന്നതാണ്. അടുത്തത്, 11ാം ഭാവാധിപൻ ശുക്രനായിരുന്നാൽ, അതായത് 11ാം ഭാവം ഇടവമോ തുലാമോ ആയിരുന്നാൽ ജാതകന് സ്ത്രീകൾ, കലാപ്രവൃത്തികൾ മുതലായവയിൽ നിന്നും ധാരാളം ധനലാഭങ്ങൾ ഉണ്ടാകും. അടുത്തത്, 11ാം ഭാവാധിപൻ ശനി ആയിരുന്നാൽ, അതായത് 11ാം ഭാവം മകരമോ കുംഭമോ ആയിരുന്നാൽ ജാതകന് സേവന മേഖലകളിൽ നിന്നും കാർഷിക മേഖലകളിൽ നിന്നും ധാരാളം ധനം ലാഭം ഉണ്ടാകുന്നതാണ്. 11ാമിടത്ത് ദുർബലനായ ഗ്രഹമോ മൗഢ്യമുള്ള ഗ്രഹമോ നീചാവസ്ഥയിലുള്ള ഗ്രഹമോ 6ാം ഭാവാധിപനോ 8ാം ഭാവാധിപനോ സ്ഥിതി ഉണ്ടായാൽ ജാതകൻ ധനമില്ലാത്തവൻ ആയിരിക്കും. അടുത്തത് 11ാം ഭാവത്തിൽ
യോഗകാരകനായ ഗ്രഹം നിന്നാൽ ആ ഗ്രഹത്തിൻ്റെ യോഗബലം നശിച്ചു പോകുകയും ജാതകൻ ധനമില്ലാത്തവനാകുകയും ചെയ്യും. യോഗ ഫലദായകമായ 11-ാം ഭാവത്തിൽ മറ്റൊരു യോഗകാരകനായ ഗ്രഹം നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ യോഗഫലം താനെ നശിച്ചു പോകുകയാണ് ചെയ്യുന്നത്. അടുത്തത് 11-ാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ ദോഷമില്ലെങ്കിലും 11-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും അടുത്തടുത്ത് പാപഗ്രഹം നിന്നാൽ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിന് അത് ദോഷകരമായി മാറുന്നതാണ്. അടുത്തത് 11-ാം ഭാവമോ ഭാവാധിപനോ ശുഭഗ്രഹങ്ങളുടെ മധ്യത്തിൽ സ്ഥിതിയുണ്ടായാൽ ജാതകൻ വലിയ ധനവാനായി തീരുന്നതാണ്. അടുത്തത് 11-ാം ഭാവവും ഭാവാധിപനും ശുഭക്ഷേത്രത്തിൽ നവാംശകം ചെയ്താലും ജാതകൻ വലിയ ധനവാനായി തീരുന്നതാണ്. അടുത്തത് 11-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ നാഥനായ ഗ്രഹം ബലവാനായിരുന്നാൽ ജാതകൻ വലിയ ധനവാനായി തീരുന്നതാണ്. സമുദായ അഷ്ടവർഗത്തിൽ 11-ാം ഭാവത്തിൽ 30 അതിലധികമോ അക്ഷങ്ങൾ ഉണ്ടായിരുന്നാൽ ജാതകൻ വളരെ നല്ല ധനലാഭം ഉള്ളവൻ ആയിരിക്കും. 11-ാം ഭാവാധിപൻ കേന്ദ്ര ത്രികോണ ഭാവങ്ങളായ 1, 4, 7, 10, 5, 9 എന്നീ ഭാവങ്ങളിൽ എവിടെയെങ്കിലും നിന്നാൽ ജാതകൻ വലിയ ധനശേഷി ഉള്ളവൻ ആയിരിക്കുന്നതാണ്. 11-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാലും ജാതകൻ നല്ല ധനവാനായിത്തീരും. 11-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലോ 2-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും സ്ഥിതി ചെയ്താൽ, അതായത് പരിവർത്തനം ചെയ്ത് നിന്നാൽ ജാതകൻ നല്ല ധനശേഷിയുള്ളവൻ ആയിരിക്കുന്നതാണ്. 2ഉം 11ഉം ഭാവാധിപന്മാർ അവരവരുടെ സ്വന്തം ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്താലും ജാതകൻ വലിയ ധനവാനായിരിക്കും. 11-ാം ഭാവവും ജാതകന്റെ ധനശേഷിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9650532894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.